അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായാണ് വിവരം. സംഭാവന തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് വിലയിരുത്തൽ. സംഭാവന ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും പരാമർശിക്കും. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ ഈ സംഭാവന കൊള്ള രാജ്യത്തിന് തന്നെ അപമാനമാകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പ്രതികളുടെ വീട്ടിലൊക്കെ വലിയ രീതിയിൽ റെയ്ഡ് നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും പരാമർശിക്കുന്നത്. വർഷ, ഇന്ന് ഈ കേസിൽ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ സംഭാവന കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട്, അതായത് കോടതിയുടെ മേൽനോട്ടത്തിലടക്കം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഇതിനോടകം തന്നെ കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ ഹർജികളാണ് ഇന്ന് പരിഗണിക്കുന്നത്. രാവിലെയോട് കൂടി ഹർജികൾ കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 3-അംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള തെളിവുകളും വിവരങ്ങളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ സംഭാവന കൊള്ളയിൽ 8 പേരെയാണ് ക്ഷേത്ര ജീവനക്കാരൻ, ഒപ്പം തന്നെ പണം എണ്ണാൻ ചുമതലയുള്ള ആളുകൾ, ഈ പണമെണ്ണുന്ന ആ മേഖലയിലെ മേൽനോട്ടക്കാരൻ, ഇത് കൂടാതെ ഒരു മുൻ ബാങ്ക് ജീവനക്കാരൻ, ഒപ്പം തന്നെ ഈ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമ്പത്ത് റായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഡ്രൈവറുമായ ടിനു യാദവ്, ഇങ്ങനെ 8 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രതികളിൽ നിന്നായി 80 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തു. ഈ പ്രതികളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ ജീവനക്കാരായി എത്തിയതിനു ശേഷം വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരായി മാറിയതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ ടിനു യാദവ് അടക്കം അയോധ്യയിൽ 40 ലക്ഷം രൂപ വിലമതിക്കുന്ന വീട് വെച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ഈ ക്രമക്കേടിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഈ സ്വത്തുവകകൾക്ക് ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പരിശോധിച്ചു വന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഒരേ സമയം ഈ 8 പേരുടെയും വീടുകളിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. ഇവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള വിശദാംശങ്ങളും വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ വർഷം സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് ഈ 8 പ്രതികളുടെയും ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. പ്രതികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വീണ്ടും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലടക്കം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് SIT റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് UP പോലീസും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും സംയുക്തമായി അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നത്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ തന്നെയാണ് സംശയനിഴലിലുള്ളതും ഇപ്പോൾ പ്രതികളായിരിക്കുന്നതും. അവരിലേക്ക് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലൊക്കെ സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.